ഹായ് ഓൾ വെൽക്കം ടു ഐഡം നമ്മളിന്ന് ഫോം ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഫോം എന്ന് പറയുന്നത് യൂസറിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോം എന്ന് പറയുന്നത്. ഫോമിന് വരുന്ന ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. ഓക്കെ, ആക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാറ്റ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ആക്ഷനിൽ പറഞ്ഞു കൊടുക്കുക. ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു ഫയൽ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നമുക്ക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. മെത്തേഡിന്റെ അകത്ത് HTTP മെത്തേഡ്സ് ആണ് നമ്മൾ പറയുക. ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഗെറ്റ് കൊടുക്കുന്ന സമയത്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റ എന്ന് പറയുന്നത് ഈ അഡ്രസ് ബാറിൽ വിസിബിൾ ആയിരിക്കും. സോ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മളെപ്പോഴും പോസ്റ്റ് ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നോ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫോം ഡാറ്റ വാലിഡേറ്റ് ആയിരിക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്, നോ വാലിഡേറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് അത് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, ഓട്ടോ കംപ്ലീറ്റ് ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓട്ടോ കംപ്ലീറ്റ് ഓൺ കൊടുക്കുക, ഓഫ് കൊടുക്കുക, രണ്ട് വാല്യൂസ് ആണ് വരുന്നത്. ഓട്ടോ കംപ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ബ്രൗസർ നമ്മൾ യൂസർ പ്രീവിയസ്ലി കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ ഒരു സജഷൻസ് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഞാനിത് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു തരാം. പിന്നെ വരുന്നതാണ് ENC ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ENC ടൈപ്പ്, അതിൽ വരുന്ന വാല്യൂസ് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് വരുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ്, പ്ലെയിൻ, ആപ്ലിക്കേഷൻ, ഈ ഒരു 3 ഡാറ്റകളാണ് വരുന്നത്. ഈ മൾട്ടി പാർട്ട് ഫോം ഡാറ്റ ഒക്കെ നമ്മൾ ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോമിൽ വന്നു ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗാണ്. ഇൻപുട്ട് കൺട്രോൾസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ഇൻപുട്ടിന്. ടൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുക, ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ ഇപ്പം നെയിം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്പേഴ്സ് എൻ്റർ ചെയ്യാം. നോർമലി നമ്മൾ സ്ട്രിങ് പോലുള്ള ഡാറ്റ ടൈപ്പ് വരുന്ന സമയത്ത്, ഡാറ്റകൾ ടൈപ്പ് ചെയ്യേണ്ട സമയത്താണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം നമ്പറിന് ഓൾറെഡി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് കൊടുത്തു, നെയിം എന്ന് കൊടുത്തു. ഞാൻ എൻ്റെ ആ ഒരു ഇൻപുട്ട് ടൈപ്പ് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്, ഫസ്റ്റ് നെയിമിനെയാണ് കാണിക്കുന്നത്, ആ ഒരു നെയിം പറഞ്ഞു കൊടുത്തു. ഓക്കെ, നെയിം ആട്രിബ്യൂട്ട് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓൾറെഡി വാല്യൂ കൊടുക്കണം, ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം എന്തായിരിക്കും വെച്ചാൽ ഇപ്പം ABC എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഓൾറെഡി. ദെൻ ഇത് എനിക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വരെ ടൈപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇതെല്ലാ ആട്രിബ്യൂട്ട്സ് എല്ലാ ഇൻപുട്ട് ടൈപ്പിനും വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഇൻപുട്ട് ടാഗുകൾക്കും ഈ ഒരു നെയിം, ടൈപ്പ്, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള വാല്യൂ, പിന്നെ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു ലേബൽ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇവിടെ എൻ്റർ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. ഒന്നാണ് ഒരു ലേബൽ പോലെ അവിടെ വന്നിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഇൻവിസിബിൾ ആവും, ആ ഒരു ലേബൽ, പ്ലേസ് ഹോൾഡർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻപുട്ട് ടൈപ്പ്, നമ്പർ, ഏജ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെയിം, ഏജ് എന്ന് കൊടുത്തു. പ്ലേസ് ഹോൾഡർ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, വാല്യൂ കൊടുക്കുക. ഓക്കെ, വാല്യൂ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 15 എന്ന് കൊടുത്തു. then ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏജ് വന്നിട്ടുണ്ട്. ഇത് ഇൻലൈൻ എലമെന്റ് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മളൊരു BR വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, BR. ഓക്കെ, 2 BR കൊടുക്കാം. വാല്യൂ 15 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നമ്പർ ഫീൽഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യാനും ഡിക്രിമെന്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് 15 ആയിരിക്കും വാല്യൂ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റെപ്പിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ഇവിടെ നോക്കുമ്പോൾ 1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അകത്ത് ഒരു 3 എന്ന് കൊടുത്താൽ 3 വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റും ഡിക്രിമെന്റും ചെയ്യുക. ഓക്കെ, കേട്ടോ, 18, 21 ഡിക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് 3 വെച്ചിട്ട് ഡിക്രിമെന്റ് ആവും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഞാൻ ടെക്സ്റ്റിന്റെ കേസിൽ മാക്സ് ലെങ്ത്, മിൻ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ,
മാക്സ് ലെങ്ത് കൊടുത്തു. മാക്സ് ലെങ്ത് ഒരു 5 കൊടുത്തു എന്ന് വെച്ചു. സോ എനിക്ക് 5 ക്യാരക്ടേഴ്സ് മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റിന്റെ കേസിൽ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളൂ. നോക്കാം. കണ്ടോ, 5 കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോകുന്നില്ല. അതുപോലെ തന്നെ മിൻ ലെങ്ത് ഉണ്ട്. മാക്സിമം 5 പാടുള്ളൂ, പിന്നെ മിനിമം 5 വേണം എന്നുള്ള രീതിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് എത്ര നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് കൊടുക്കാം കേട്ടോ. കാരണം മിനിമം അല്ലേ, മിനിമം 5 വേണം എന്നുള്ളതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് പോലെ വരുമായിരിക്കും മിൻ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണെന്നുള്ള രീതിക്ക്. അപ്പോൾ ആ 5 ക്യാരക്ടറെങ്കിലും വേണം എന്നുള്ള രീതിക്ക്. ഓക്കെ. പിന്നെ ഉള്ളത് ഓട്ടോ ഫോക്കസ് ആണ്. ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പേജ് ലോഡ് ആവുന്ന സമയത്ത് ഫോക്കസ് ആവുന്ന പറയാം. ഓക്കെ, കണ്ടോ, പേജ് ലോഡ് ആവുന്ന സമയത്ത് പേജിന്റെ അത് ഫോക്കസ് ആവും. ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഫോക്കസ് ആവുന്നുണ്ട്. കണ്ടോ. ഓക്കെ, അതാണ് ഓട്ടോ ഫോക്കസ്. പിന്നെ പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ പാസ്വേഡിന് വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്. ഓക്കെ, ദെൻ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. നെയിം PWD എന്ന് ഞാൻ കൊടുത്തു. പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഫീൽഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പാറ്റേൺ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺസ് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മളുടെ ഒരു പാസ്വേഡ് എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ലെങ്ത്തിന്റെ കേസ് ഉണ്ടാവും, അതുപോലെ അറ്റ് പോലുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു റൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പാറ്റേൺ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ അകത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ റിക്വയർഡ് ഉണ്ട്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ആ ഒരു ഇൻപുട്ട് ഫീൽഡ് മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് വരും. റിക്വയർഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ഫിൽ ചെയ്യണം. റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് BR കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു കളർ. ഓക്കെ, കളർ കൊടുത്തു. നെയിം കളർ പാലറ്റ്. ഇതിൽ നിന്ന് നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഡേറ്റ് കൊടുക്കുക. ഓക്കെ, നെയിം DOP. എന്താണ് ഡേറ്റ് പിക്കർ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു ഡേറ്റ് പിക്കർ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ. നോർമലി നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ടെക്സ്റ്റ് തന്നെയായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ അതിനുണ്ട് ടൈപ്പിന്. ഇമെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമെയിൽ എന്ന് പറയുന്ന ടൈപ്പ് യൂസ് ചെയ്യാം. അതുപോലെ ഫയലുണ്ട്. അത് നമുക്ക് ഫയൽസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൂസ് ഫയൽ, ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഫയൽസ് ചൂസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഫയല്. നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ ബട്ടൺസ് വെച്ച് നമ്മൾ ജെൻഡർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മെയിൽ ഫീമെയിൽ അറ്റ് എ ടൈം ഒരെണ്ണമല്ലേ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞു കൊടുത്തു. നെയിം കൊടുക്കാട്ടെ, എപ്പോഴും കൊടുത്തു. ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. നെയിം സെയിം തന്നെ കൊടുത്തു. എന്നിട്ട് ഞാനൊരു ലേബൽ കൊടുക്കുക. ലേബൽ എന്ന് പറയുന്ന ഒരു ടാഗ്, അത് എല്ലായിടത്തും യൂസ് ചെയ്യാം. ലേബൽ. ഓക്കെ, ലേബൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേബൽസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് എല്ലായിടത്തും ലേബൽസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ ഈ ഒരു റേഡിയോ ബട്ടൺസിന്റെ കേസിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ലേബൽ എന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെയാണോ വേണ്ടത് അവിടെ പറഞ്ഞു കൊടുക്കുക. ലേബൽ ഫീമെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, സോ കണ്ടോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലേബൽ എടുത്തിട്ട് ഞാൻ മെയിലെന്നും കൊടുക്കുവാണ്.
ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ലേബലിന് വരുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഫോർ. അതുപോലെ തന്നെ ഇൻപുട്ടിന് തന്നെയല്ല, ഐ ഡി എന്ന് പറയുന്നത് ഗ്ലോബൽ ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ ലേബലിന്റെ ഫോർ ആട്രിബ്യൂട്ടും ഇൻപുട്ടിന് നമ്മൾ കൊടുക്കുന്ന ഐ ഡി ആട്രിബ്യൂട്ടും വെച്ചിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഐ ഡി എന്ന് കൊടുത്തു, ജെൻഡർ എന്ന് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ദെൻ ആ നെയിം നമ്മൾ ഈ ഒരു ഫോർ ആട്രിബ്യൂട്ടിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നോർമലി ഇപ്പൊ മെയിലിന് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ നോർമലി നമ്മൾ മെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരില്ല, ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ചെക്ക്ഡ് ആവുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ഒരു ഫോർ നമ്മൾ ഐ ഡിയും കണക്ട് ചെയ്യുന്ന സമയത്ത് ലേബലുമ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കത് ചെക്ക്ഡ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ മെയിലുമ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നില്ല, പക്ഷെ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ലേബലുമ ക്ലിക്ക് ചെയ്താലും അതുപോലെ തന്നെ ബട്ടണുമ ക്ലിക്ക് ചെയ്താലും ചെക്ക്ഡ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഇതിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെക്ക്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ചെക്ക്ഡ് ആവും. പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടേ ചെക്ക്ഡ് ആയിട്ട് ഇരിക്കും. ഫീമെയിലാണ് ഇപ്പോൾ ചെക്ക്ഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് മെയിൽ ചെക്ക്ഡ് എന്ന് കൊടുത്താൽ എപ്പോഴും പേജ് ലോഡാവുന്ന സമയത്ത് മെയിൽ ചെക്ക്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, സോ ആട്രിബ്യൂട്ട് ചെക്ക് ബോക്സിനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലേബൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ലേബൽ നമുക്ക് ഇൻപുട്ട് ടെക്സ്റ്റിന്റെ ഒപ്പം നമ്പർ അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ലേബൽ. സോ നെക്സ്റ്റ് വരുന്നത് ചെക്ക് ബോക്സ് ആണ്. ഓക്കെ, ചെക്ക് ബോക്സിലേക്ക് വരുന്ന സമയത്ത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, നെയിം. ഓക്കെ, നെയിം പറഞ്ഞു കൊടുക്കുക. നെയിം എന്ന് പറയുന്നത് എന്താണ്, ഹോബീസ് ആണ്. അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ചെക്ക് ചെയ്യണം. എനിക്ക് ഒരു 3 ഹോബീസ് ഉണ്ടെങ്കിൽ ആ 3 ഹോബീസ് എനിക്ക് ചെക്ക്ഡ് ആയിട്ട് കിട്ടണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുക. റേഡിയോ യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെയിം എന്തായാലും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തു. ലേബൽ പറഞ്ഞു കൊടുക്കുക. എങ്ങനെ ഇരിക്കും നോക്കാം. കണ്ടോ, വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. ഇതുപോലെ ഞാനൊരു 3 എണ്ണം കൂടി കൊടുക്കുവാണ്. സെയിം നെയിം വേണം കേട്ടോ കൊടുക്കാൻ, കാരണം ഹോബീസ് എന്താണ് എല്ലാ സെയിം നെയിമാണ് കൊടുക്കണേ. പിന്നെ നമ്മൾ ഇത് മാറ്റി കൊടുക്കുക, ലേബൽ മാറ്റി കൊടുക്കുക. സിംഗിങ്, ഡ്രോയിങ്, റീഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 ഹോബീസ് കൊടുത്തു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിപ്പോൾ ഈ 3 എണ്ണത്തിൽ ഈ 3ഉം വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് 3ഉം ചെക്ക് ചെയ്യാം. പക്ഷേ റേഡിയോ ബട്ടൺ ആണെങ്കിൽ എന്താണ്, ഒരെണ്ണം മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് അറ്റ് എ ടൈം പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചെക്ക് ബോക്സ് കഴിഞ്ഞു കേട്ടോ. ബട്ടൺ പറയാം. ബട്ടൺ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ് വരുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, നോർമൽ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടൺ കൊടുക്കുന്ന സമയത്തുള്ള വ്യത്യാസം ഇങ്ങനെയാ വരാം. ഇതിൽ നമ്മൾ വാല്യൂ ഫിൽഡ് ആണ്, ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ പറയാം, സബ്മിറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് വരുന്നുണ്ട്, പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ്. കാരണം നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ടിന് റിക്വയർഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് എന്തായാലും വേണം എന്നുള്ളത്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞാനിവിടെ നെയിമും കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ആയിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഗെറ്റ് മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്താണ് കണ്ടോ, നെയിം നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം ഈക്വൽ ടു നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആണ് കയറുന്നത്. അത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ പോസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ വരില്ല. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ അഡ്രസ് ബാറിൽ കാണിക്കില്ല, പാസ്സാവില്ല. അതിൽ കൂടി കണ്ടോ, ഇവിടെ ഡാറ്റ പാസ്സായിട്ടുള്ളത്. പക്ഷെ ശരിക്കും സബ്മിറ്റ് ആവുന്നുണ്ട്, പക്ഷെ അത് അഡ്രസ് ബാറിൽ പാസ്സാവുന്നില്ലെന്ന് മാത്രം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് വരുന്നതാണോ, സേവ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾ ഓട്ടോ കംപ്ലീറ്റ് ഓൺ കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സജഷൻ വരില്ല. ഓഫ് കൊടുത്തു, സജഷൻ വരുന്നില്ല. ഓൺ ആണെങ്കിലായിരിക്കും സജഷൻ വരിക. അപ്പോൾ അതാണ് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് ഇൻപുട്ടിൽ വേറൊരു കാര്യം വരുന്നുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമേജ് എന്ന് പറഞ്ഞിട്ട്, അത് ബട്ടണിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. അതായത് ബട്ടൺ എന്ന് പറയുന്നത് ഒരു ഇമേജ് ആയിരിക്കും. നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് .jpg എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ സോഴ്സ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് എന്താണ്, ഇത് സബ്മിറ്റ് ബട്ടൺ ആണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ സബ്മിറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇനി വരുന്നത് നമുക്ക് ഇൻപുട്ടിൽ വരുന്നത് ഇനി റേഞ്ച് എന്ന് പറയുന്ന ഒരു ടൈപ്പ് വരുന്നുണ്ട്. റേഞ്ച് നമ്മൾ പ്രോഗ്രസ് ബാർ എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ മാക്സ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക 100. നമ്മൾ വാല്യൂ പറഞ്ഞു കൊടുക്കുക, അതിൽ എത്ര ഫിൽഡ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. 75 എന്ന് കൊടുത്തു. അപ്പൊ എന്താണ്, BR കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആണോ, 75% ഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് അതില് URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ സെർച്ച് ഉണ്ട്, ടെല്ലുണ്ട്, വീക്ക് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കുക, റെഫർ ചെയ്ത് നോക്കുക. സോ ഇൻപുട്ട് ടാഗ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.